ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാനിരിക്കെ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ഊർജിത ശ്രമം. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെ അറ്റോർണി ജനറൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി. വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നാണ് അറ്റോർണി ജനറൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടത്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്നാണ് പ്രതീക്ഷയെന്ന് ഭർത്താവ് ടോമി തോമസ് 24-നോട് പറഞ്ഞു. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഇപ്പം ഇന്നലെ ഞാൻ വന്ന് ഗവർണർ സാറിനെ കണ്ടായിരുന്നു, ചാണ്ടി സാറും ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു റിക്വസ്റ്റ് ചെയ്തു. അതുപ്രകാരം എനിക്ക് കാണാനൊരു അവസരം ഒരുക്കി. ഞാൻ അങ്ങനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് കാര്യങ്ങളിൻ്റെ അത് ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡൽഹിക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയൊക്കെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ട്. അടിയന്തര ഇടപെടൽ തേടി കെ രാധാകൃഷ്ണൻ MP ഇന്ന് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത്തരത്തിൽ പല തലങ്ങളിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമായി നടത്തുന്ന ഇടപെടൽ എന്തൊക്കെയാണ് ബൽറാം? ഉന്മേഷ്, നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഇനി 4 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ പലതരത്തിൽ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നിമിഷപ്രിയയെ രക്ഷിക്കാനായി നടന്നു വരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കെ രാധാകൃഷ്ണൻ MP ഡൽഹിയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്കധികം ഡൽഹിയിലെത്തി. എന്നാൽ ആ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. വിദേശകാര്യമന്ത്രി ഇപ്പോഴും വിദേശത്താണ് ഉള്ളത്. അദ്ദേഹം എപ്പോൾ തിരിച്ചെത്തും എന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കൂടിക്കാഴ്ച എപ്പോൾ നടക്കുമെന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും വ്യക്തമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങൾ കൂടി തേടുകയാണ് എന്നാണ് കെ രാധാകൃഷ്ണൻ MP വ്യക്തമാക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വകുപ്പ് എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ്. ഈ വിദേശത്തുള്ള ഒരു വിഷയമാണ് എന്നതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങളുമായി ചർച്ചയ്ക്കുള്ള അവസരമൊരുക്കണമെങ്കിലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ആവശ്യമാണ്. ഒപ്പം പണം കൈമാറ്റത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ആവശ്യമാണ്. ഈ കോടതിക്ക് മുന്നിൽ ഉള്ള കേസും ഇതിൽ ഏറെ നിർണായകമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിർണായക ഇടപെടൽ ഈ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ്. ഈ ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കും എന്ന റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തെല്ലാം നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ അറിയിക്കാനാണ് അറ്റോർണി ജനറലിന്റെ ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തോട്. ഈ വിശദമായ വിവരങ്ങൾ തിങ്കളാഴ്ച കോടതിയിൽ അറ്റോർണി ജനറലിന് സമർപ്പിക്കേണ്ടതുണ്ട്. ഉന്മേഷ്.